mission. ജൂനിയർ ഐഡൽ സീസൺ 2 ഇന്നത്തെ എപ്പിസോഡിലെ ഫൈനൽ പെർഫോമൻസ് ആണ് അടുത്തതായി. മലയാളത്തിന് സ്നേഹപൂർവ്വം റൗണ്ടിൽ പെർഫോം ചെയ്യാൻ ഈ വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം ബിൻഹ റോസ്. ലെറ്റ്സ് ഹിയർ ഇറ്റ് അപ്പ് ഫോർ ബിൻഹ. ബിൻഹ, ഇന്ന് നല്ല ഐശ്വര്യമുണ്ട് മോളെ കാണാൻ. ഇന്ന് നമ്മുടെ മലയാളത്തിന് സ്നേഹപൂർവ്വം എന്ന റൗണ്ടിലാണ് പെർഫോമൻസ്. മോൾ ഇന്ന് ഏത് സോങ്ങാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്? നക്ഷത്രങ്ങൾ എന്ന മൂവിയിലെ മഞ്ഞൾ പ്രസാദവും. ഓക്കെ ബിൻഹ, ഞങ്ങൾ കുറച്ച് എക്സൈറ്റഡ് ആണ് പെർഫോമൻസ് കാണാൻ. നന്നായിട്ട് പാട്. ഓൾ ദ ബെസ്റ്റ്. ലെറ്റ്സ് ഹാവ് എ ലുക്ക്. പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറി മുണ്ട് ചുറ്റി. മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറി മുണ്ട് ചുറ്റി. ഇന്നെന്റെ മുറ്റത്ത് പൊന്നോണപ്പൂ വന്നു ചിരി തൂകി നിന്നു. വന്നു ചിരി തൂകി നിന്നു. വന്നു ചിരി തൂകി നിന്നു.
ഈയൊരീണങ്ങളൊക്കെയും നിന്നെ കുറിച്ചായിരുന്നു. അന്തിമയങ്ങിയ നേരത്തു നീയൊന്നും മിണ്ടാതെ പോയി. എൻ്റെ നെഞ്ചിലെ മൈനയും തേങ്ങി. ഓ നെഞ്ചിലെ മൈനയും തേങ്ങി. മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറി മുണ്ടു ചുറ്റി. ഇന്നെന്റെ മുറ്റത്ത് പൊന്നോണപ്പൂവേ നീ വന്നു ചിരി തൂകി നിന്നു. വന്നു ചിരി തൂകി നിന്നു. ഓ വന്നു ചിരി തൂകി നിന്നു. ഓ വന്നു ചിരി തൂകി നിന്നു. മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറി മുണ്ടു ചുറ്റി. ബിൻഹ, മലയാളത്തിന് സ്നേഹപൂർവ്വം എന്ന റൗണ്ടിലെ പെർഫോമൻസ് ആയിരുന്നു. ആദ്യം കേട്ടപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു മഞ്ഞൾ പ്രസാദം എങ്ങനെയായിരിക്കും. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കാണാൻ. നിങ്ങൾ രണ്ടുപേരും രാജേട്ടാ ആ എൻഡിങ് പോർഷനൊക്കെ അടിപൊളിയായിരുന്നു. നമുക്ക് ഇവർക്ക് രണ്ടുപേർക്കും ഒരു വലിയ കൈയടി കൊടുക്കാം. ആൻഡ് കമ്മിങ് ടു ബിൻഹ. ബിൻഹ നന്നായിട്ട് പാടി. നമുക്ക് ജഡ്ജസിന്റെ അഭിപ്രായം അറിയാം. ബിചേട്ടാ. ബിൻഹ മലയാളത്തിലെ എക്കാലത്തെയും ക്ലാസിക് ഹിറ്റാണ് മഞ്ഞൾ പ്രസാദവും. അത് മോള് അതിമനോഹരമായിട്ട് പാടി കേട്ടോ, അസലായിട്ട് പാടി. ഇത് മലയാളത്തിന് സ്നേഹപൂർവ്വം എന്ന് പറയുന്ന റൗണ്ടിൽ ശ്രീ ബോംബെ രവി മ്യൂസിക് കമ്പോസർ അദ്ദേഹം ചെയ്ത പാട്ടാണ്. അദ്ദേഹം മലയാളത്തിൽ ആദ്യമായിട്ട് ചെയ്യുന്ന സിനിമയാണ് ഹരിഹരൻ MT വാസുദേവൻ നായർ ടീമിന്റെ നഖക്ഷതങ്ങൾ എന്ന് പറയുന്ന സിനിമ. അതിൽ ONV സാറാണ് പാട്ടുകൾ എഴുതിയിട്ടുള്ളത്. എല്ലാ പാട്ടുകളും, ഒരു സിനിമയിലെ എല്ലാ പാട്ടുകളും ഹിറ്റ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസമായിരുന്നു ആ സിനിമയിലെ പാട്ടുകൾ. മഞ്ഞൾ പ്രസാദവും കൂടാതെ നീരാടുവാൻ, ആരെയും ഭാവഗായകനാക്കും, കേവലമർത്യ ഭാഷ കേൾക്കാത്ത, അങ്ങനെയുള്ള ഒരുപാട് പാട്ടുകൾ. വ്രീളാഭരിതയായി വീണ്ടും ഒരു എന്ന് പറയുന്ന കവിത, ഒരുപാട് പാട്ടുകളുണ്ട് അതിൽ. അതെല്ലാം ഹിറ്റാണ്, എല്ലാം ശ്രദ്ധിക്കപ്പെട്ടവയാണ്. അത് മനോഹരമായിട്ട് പാടിയെന്ന് മാത്രമല്ല മനോഹരമായിട്ട് പ്രസന്റ് ചെയ്തു നിങ്ങളുടെ രണ്ടുപേരുടെയും സഹായത്തോടെ, റാൽഫിന്റെയും രാജേഷിന്റെയും സഹായത്തോടെ. കാരണം വളരെ ക്യൂട്ടായിട്ടുള്ള ഇൻട്രൊഡക്ഷനും ഒരിക്കലും ആ പാട്ടിന് ക്ഷതമേൽക്കാത്ത രീതിയിൽ അത് വേറൊരു രീതിയിൽ അത് അവതരിപ്പിക്കപ്പെട്ടു. അത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങളത് കമ്പോസ് ചെയ്തു. ആ BG എൻ്റെ ആ ഫ്ലൂട്ട് ബിറ്റുകളാണ് ആ പാട്ടിന്റെ ഹൃദയം. അതൊന്നും കളയാതെ ആ രീതിയിൽ അത് അവതരിപ്പിച്ചു എന്നുള്ളതാണ്. എന്തായാലും അത്തരം ഒരു കൺസ്ട്രക്റ്റീവ് അല്ല, പാട്ടിന് ഒരു രീതിയിലും ക്ഷീണം സംഭവിക്കാത്ത രീതിയിൽ അത്തരം കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് ബ്യൂട്ടിഫുൾ ആണ്. പിന്നെ പാട്ടിന്റെ ചെറിയ ചില കാര്യങ്ങളുണ്ട്. അത് മോള് എനിക്ക് തോന്നുന്നു അത് കൃത്യമായിട്ട് ഓരോന്നോരോന്നായിട്ട് എടുത്ത് പറയേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞ ചെറിയ മോളുടെ ചെറിയ കറക്ഷൻസ് ഇപ്പോഴും നിലനിൽക്കുന്നു.
നമ്മൾ എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് ശ്രമിച്ച് ചെയ്യാനൊരു വോക്കൽ എക്സസൈസോ അങ്ങനെയുള്ള പരിപാടികൾ എന്തെങ്കിലും ചെയ്തതിന് കൃത്യമായിട്ടുള്ളൊരു ഇതുണ്ടാവും, പ്രതിവിധി ഉണ്ടാവും. വലിയൊരു കുഴപ്പമല്ല ഞാൻ പറഞ്ഞത്. ചെറിയൊരു പാട്ടിന്റെ ഒരു പൂർണ്ണത വരണമെങ്കിൽ അത് വേണമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഗുഡ് ലക്ക്. ബിൻഹ, നല്ല ഒരു പാട്ടാണ് ചിത്ര ചേച്ചിയുടെ. ഈ പാട്ട് കേൾക്കുമ്പോൾ എപ്പോഴും ഓടി വരുന്ന ചിത്ര ചേച്ചിയുടെ മുഖം പോലെ തന്നെ ഓടി വരുന്ന ഒരു മുഖമുണ്ട്, മോനിഷ. വളരെ നിഷ്കളങ്കമായ ഒരു അമ്പലത്തിന് ചുറ്റുകൂടെ വിനീതം. രണ്ടുപേർക്കും മോനിഷ ആദ്യമായിട്ട് അഭിനയിച്ച സിനിമയിൽ ഉർവശി അവാർഡ് കിട്ടി, നാഷണൽ അവാർഡ് കിട്ടി. ചിത്ര ചേച്ചിക്കും നാഷണൽ അവാർഡ് കിട്ടിയ ഒരു പാട്ടാണ് മോള് സെലക്ട് ചെയ്തത്. നന്നായിട്ട് തന്നെ മോള് പാടുകയും ചെയ്തു. അതിന് ഇവർ രണ്ടുപേരും ഭയങ്കര ഹെൽപ്പ് ചെയ്തു. തുടക്കത്തില് ഒക്കെ എന്ത് രസമായിരുന്നു രാജേഷ്, ഭയങ്കര അവസാനിപ്പിച്ചതും. അതുപോലെ രണ്ടുപേരുടെയും കൂടെ ആ ഒരു നിങ്ങള് ഒന്നിച്ചിരുന്ന ഒത്തിരി പ്രാക്ടീസ് ചെയ്തോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഭയങ്കര ഇത് രണ്ടും ചേരേണ്ട ചിലവരെ കാണുമ്പോൾ പറയില്ല ഇവർ രണ്ടും ചേരേണ്ടവർ തന്നെയായിരുന്നു പറയല്ലേ. അതേപോലെ നമുക്ക് തോന്നിപ്പോന്ന നിങ്ങൾ ഒരു പക്ഷെ ആണും പെണ്ണുമായിരുന്നു നിങ്ങൾ കല്യാണം കഴിച്ചു പോയേനെ. അങ്ങനെ നമുക്ക് തോന്നിപ്പോകുന്ന രണ്ടുപേരായി പോയി. എന്ന് വെച്ചാൽ ഒരു പിയാനോയും ഒരു ഫ്ലൂട്ടും ആണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഈ പറഞ്ഞ പോലെ മോളെ ഭംഗിയായിട്ട് തന്നെ പാടി. ഈ ഇറന്നുള്ള ശബ്ദമാണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു മോക്ക് ഏറ്റവും കുറച്ച് തെളിഞ്ഞു വരാത്തേന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ നെറ്റിയിൽ ആ ചാർത്തി എന്നുള്ളതിന്റെ പിന്നെ വർണ്ണരേണുക്കൾ വിടർന്നു, ഈ ഭാഗങ്ങളൊന്നും അവിടേക്കാണ് അധികം ക്ലിയർ ആവാത്ത പോലെ എനിക്ക് തോന്നിയേക്കുന്നത്. അതേപോലെ വന്നു ചിരി തൂകി നിന്നു ആദ്യത്തെ ആ ഒരു കുറച്ചുകൂടെ ക്ലിയർ ആവായിരുന്നു. ബാക്കി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാം ഭംഗിയുണ്ടായിരുന്നു, നല്ല എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു, നന്നായിട്ട് തന്നെ പാടി കേട്ടാ. ബിൻഹ, മലയാളത്തിന് സ്നേഹപൂർവ്വം എന്ന റൗണ്ടിൽ ശ്രീ ബോംബെ രവി നമുക്ക് സമ്മാനിച്ച അതിമനോഹരമായൊരു ഗാനം. ഈ പാട്ട് ചിത്ര ചേച്ചിയുടെ ജീവിതത്തിലും ഒരു വലിയ ടേണിംഗ് പോയിന്റ് ആയിരുന്നു. ഇത് ചേച്ചിയുടെ സെക്കൻഡ് നാഷണൽ അവാർഡായിരുന്നു ആഫ്റ്റർ പാടറിയൻ പഠിപ്പറിയൻ. അതിനുശേഷം രണ്ടാമതായിട്ട് ചേച്ചിക്ക് കിട്ടിയ കൺസിക്യൂട്ടീവ് 2 തുടരെ 85-ലും 86-ലും ചേച്ചിക്ക് നാഷണൽ അവാർഡ് കിട്ടി. 86-ലാണ് ഈ പാട്ട് ദേശീയ അവാർഡ് കിട്ടുന്നത്. പിന്നെ ഹസലായിട്ട് തന്നെ പാടി. ബ്രില്യൻ്റ്ലി ബാക്ക്ഡ് ബൈ റാൽഫിൻ ആൻഡ് രാജേഷി. താങ്ക്സ് അലോട്ട്. ഇത് എന്താ പറയാ, ബിച്ചേടൻ പറഞ്ഞത് തന്നെയാണ്, ഈ പാട്ടിന് ഹാം ചെയ്യാത്ത രീതിയിൽ എന്നാൽ വളരെ കൗതുകകരമായ രീതിയിൽ, പുതിയ രീതിയിൽ, അതായത് ചില പാട്ടുകൾ നമ്മൾ കേട്ട് മടുത്ത ഒരു പ്രതീതി ജനിപ്പിക്കാതെ ആ പാട്ടിനെ തന്നെ പുതിയ രീതിയിൽ നമ്മുടെ കാതുകളിൽ അതിന്റെ ഭംഗി ഒട്ടും ചോരാതെ എത്തിക്കുക എന്ന ദൗത്യമാണ് ഇവർ ചെയ്തത്. ബിക്കോസ് ഈ പാട്ട് ഒരുപാട് കോമ്പറ്റീഷൻസിൽ വന്ന പാട്ടാണ്, നല്ല പാട്ടാണ്. എങ്കിൽ കൂടിയും അതിനെ പുതുമയാർന്ന രീതിയിൽ ഇവർ നമ്മുടെ മുമ്പിൽ പ്രസന്റ് ചെയ്തു. മോളുടെ സിംഗിങ്ങിനെയും അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കോംപ്ലിമെന്റ് ചെയ്തു. പിന്നെ ഹസ്സലായിട്ട് തന്നെ പാടി. കറക്ഷൻസ് ചേട്ടൻ പറഞ്ഞു. എനിക്കുള്ള ഒരു അഭിപ്രായം എന്താന്ന് വെച്ചാൽ, മോളെ ഇതൊരു ഗ്രാമീണ പെൺകൊടിയുടെ ഇന്നസെൻസ് അല്ലെങ്കിൽ നിഷ്കളങ്കത വ്യക്തമാക്കുന്ന ഒരു പാട്ടാണ്. അപ്പൊ അതിന്റെ ഒരു ഇന്നസെൻസ് അല്ലെങ്കിൽ അതിലൊരു സന്തോഷമുണ്ട്, ഒരു നിഷ്കളങ്കതയുണ്ട്. അപ്പോൾ ആ ഇമോഷൻസ് ഒക്കെ കുറച്ചുകൂടി ആവായിരുന്നു എന്നുള്ള ഒരു അഭിപ്രായം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം കൊണ്ടും തന്നെ ഒരു എൻജോയബിൾ ട്രീറ്റ് ആയിരുന്നു. മോളുടെ ശബ്ദത്തിനിണങ്ങുന്ന ഒരു പാട്ട് കൂടി എന്ന് വേണം പറയാൻ. വളരെ ഇഷ്ടപ്പെട്ടു. ഗോഡ് ബ്ലെസ് യു മോളെ. താങ്ക് യു അനുവേട്ട. വിനകുട്ടി, ഇനി മാർക്ക് അറിയാം. ബിചേട്ടാ on 30. 28 on 30. എക്സ്പ്രഷൻ 2.5. താങ്ക് യു ബിചേട്ടാ. റിം ചേച്ചി 27.75. ഫീലിന് 2.5. താങ്ക് യു റിം ചേച്ചി. അനുവേട്ട മോളെ ഞാനും 27.75. സ്റ്റൈൽ, ആറ്റിറ്റ്യൂഡ് ആൻഡ് പെർഫോമൻസ് 3.5 out of 4. താങ്ക് യു ജഡ്ജസ്. ദാറ്റ് മേക്ക് യുവർ ടോട്ടൽ സ്കോർ 92 out of 100. പിന്നെ കുഴപ്പമില്ലാത്ത സ്കോറാണ്. ഇനി അടുത്ത റൗണ്ടിൽ കാണാം. ഓൾ ദ ബെസ്റ്റ് ഫോർ യു. അങ്ങനെ ITL വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ 2 ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ കണ്ടസ്റ്റൻസ് വളരെ വാശിയേറിയ മത്സരമാണ് ഇവിടെ കാഴ്ചവെച്ചത്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് കൂടുതൽ പെർഫോമൻസുകൾ ആസ്വദിക്കാം. ഇന്ന് എനിക്ക് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പായി ലെറ്റ് മീ റിമൈൻഡ് യു സംതിങ്. നമ്മുടെ മെയിൻ സ്പോൺസേഴ്സ് ആണ് ITL വേൾഡ് ട്രാവൽ മാനേജ്മെന്റ് കമ്പനി. നിങ്ങളുടെ ട്രാവൽ നീഡ്സിന് എപ്പോഴും നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്യാം ITL വേൾഡ് ട്രാവൽ മാനേജ്മെന്റ് കമ്പനി ബൈ റിമൈൻഡിംഗ് ദാറ്റ് ദിസ് ഇസ് മീ മേഘ്ന ഓവറിംഗ് ഔട്ട് ഫ്രം യുവർ ഫേവറേറ്റ് ഷോ ITL വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ 2.